തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് തട്ടിയെടുത്തത് കോടികൾ. പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 60ഓളം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ റിമാൻഡ് ചെയ്തത്. കേരളത്തിൽ വിസ തട്ടിപ്പ് പുതിയൊരു സംഭവമല്ല. എന്നാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ അപൂർവമായിരിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടികളുടെ തട്ടിപ്പ്. ബ്രൂക്ക് പോർട്ട് ഏജൻസി എന്ന തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസിയുടെ തട്ടിപ്പ് കഥകൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരം ശാസ്തമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കാനഡയിലും UK-യിലും USA-യിലും തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത്. പണം തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നതായും തട്ടിപ്പിനിരയായവർ പറയുന്നു. പണം നഷ്ടമായ യുവാക്കൾ നൽകിയ പരാതിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിട്ടുണ്ട്. കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ എൻ്റെ പൈസ മേടിച്ചത്. എൻ്റെ പൈസ മേടിച്ചിട്ട് ഏകദേശം 11 മാസത്തോളം ആയി കഴിഞ്ഞു. മൊത്തം 43ഓളം പേരെയാണ് അവർ പറ്റിച്ചിരിക്കുന്നത്. 5 കോടി രൂപയ്ക്ക് മേലിലാണ് രൂപയാണ് പറ്റിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇതുവരെയുള്ള അറിവുകൾ. ഞാനാണ് വീട് ലോണും എല്ലാം എടുത്തിട്ടാണ് ഇത് കൊടുത്തായിരുന്നത്, ക്യാഷ് കൊടുത്തായിരുന്നത്. ഇപ്പം ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല, ഓർണമെൻറ്റ്സും എല്ലാം പോയി. ഇപ്പം ഞാൻ ഷോപ്പ് ഉണ്ടായിരുന്ന ഷോപ്പും കൊടുത്തു. ഇപ്പം വല്ലാത്ത ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ട് വിളിക്കുന്നവരെ പ്രതികളായ ഡോൾസി ജോസഫൈൻ സജുവും ഇവരുടെ ഭർത്താവ് സജു സൈമണും മകൻ രോഹിത് സജുവും ഫോണിൽ ബന്ധപ്പെടും. തുടർന്ന് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങും. ഒരാളിൽ നിന്ന് 8 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ വാഗ്ദാനം ചെയ്ത വിസയും ജോലിയും ലഭിച്ചില്ലെന്ന് പരാതിക്കാർ പറയുന്നു. വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ലകളിലെ പോലീസ് പ്രതികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശാസ്തമംഗലത്ത് ഓഫീസ് റൂം വാടകയ്ക്കെടുത്തു. കെട്ടിട ഉടമ പോലും അറിയാതെ ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസി ആരംഭിച്ചു. കഴിഞ്ഞ 6 മാസമായി സ്ഥാപനം തുറന്നിട്ടുമില്ല. പല സ്വപ്നങ്ങളുമായാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം പലരും ഇവർക്ക് നൽകിയത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടികൾ ഇവർ തട്ടിയെടുത്തു കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.